എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ഈ ഒരു വ്ളോഗിൽ ഞാൻ കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ ഒരു വർക്കിംഗ് ഡേയിലുള്ള ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും കുക്കിംഗ് വീഡിയോസ് ഇട്ട് ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് ഈ വ്ളോഗിലേക്ക് കിടക്കാം. ഇന്നൊരു ബുധനാഴ്ചയാണ്, അപ്പോൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ രാവിലെ കുറച്ച് മഴയൊക്കെയാണ്. ബുധനാഴ്ച ദിവസങ്ങളിൽ ഹസ്ബൻഡ് ഓഫീസിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അപ്പോൾ ലഞ്ചും ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്തില്ല, അപ്പോൾ രണ്ടും അവിടെ നിന്നാണ് കഴിക്കുന്നത്. രാവിലെ രണ്ടാളെയും ബ്രഷ് ചെയ്യിപ്പിക്കുന്ന തിരക്കിലാണ്. കുഞ്ഞാൾ വീട്ടിൽ ഓടി നടന്നാണ് ബ്രഷ് ചെയ്യുന്നത്. അവൾക്ക് തന്നെ ബ്രഷ് ചെയ്യണം. രണ്ടുപേരും ആദ്യം തന്നെ ബ്രഷ് ചെയ്യും, പിന്നെ ഞാനവരെ ബ്രഷ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കുന്നത് ചെറു ചൂടുള്ള പാലും അതുപോലെ തന്നെ ബ്രെഡിൽ ബട്ടറൊക്കെ പുരട്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ കുറച്ച് പിയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഡെയിലി ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബോറടിക്കാറുണ്ട്. അപ്പോൾ ഈ തൂത്തിരിക്കുന്ന ബട്ടർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബട്ടറാണ്. ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിന്ന് കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ കാര്യമായിട്ട് ജോലിയൊന്നും നടന്നിട്ടില്ല, അപ്പം കുക്കിംഗ് ഒക്കെ ഇന്ന് ചെയ്യണം. ഇനി ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ കൈവച്ചിട്ട് തന്നെയാണ് കഴിയുന്നത്. അതുപോലെ നോൺ സ്റ്റിക്ക്, അതുപോലെ ഇതുപോലെയുള്ള കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ ഞാൻ അല്ലാതെയാണ് കഴുകി വെക്കുന്നത്. അപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് വാഷ് ബേസിനൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തേക്ക് ലഞ്ചൊക്കെ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ കറിയും വെജ് പുലാവുമാണെന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ 3 ബ്രസ്റ്റ് പീസസ് ഉണ്ട്. അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്. ഇനി സ്റ്റവ് ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ മിസ്റ്റർ മസൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഷൻ കിട്ടും സ്റ്റവ് ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ഇടുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഇത് ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഓൾഡ് ഓട്സ് ആണ്. അതിലേക്ക് കുറച്ച് മത്തൻ്റെ അരികൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് കുറച്ച് പാല്, അതായത് 1.5% ഫാറ്റുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് പാലും ബാക്കി വെള്ളവും ഒഴിച്ചിട്ടാണ് ഞാനിത് മൈക്രോവേവ് ചെയ്യുന്നത്. മൈക്രോവേവ് ചെയ്യുമ്പോൾ 2 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോൾ മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറേ നാൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് റെഡ്യൂസ് ആവും. അപ്പോൾ എൻ്റെ വെയിറ്റ് കുറഞ്ഞത് ഇങ്ങനെയാണ്. കുട്ടികളുടെ തലയിൽ എണ്ണ അപ്ലൈ ചെയ്യാണ്. ഒലിവ് ഓയിലാണ് ഞാൻ അവർക്ക് യൂസ് ചെയ്യാറ്, ശരീരത്തിലും അതുപോലെ തന്നെ തലയിലും. വെളിച്ചെണ്ണ അങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റിന് അത് പറ്റില്ല, നല്ല കട്ടിയാവുന്നുണ്ട്. അപ്പം നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്യാറുണ്ട്. 1-2 ദിവസങ്ങളിലാണ് അവരുടെ തല കുളിപ്പിക്കാറ്. ഇവിടെ നല്ല തണുപ്പായത് കാരണം നമ്മൾ ഡെയിലി തല കഴുകാറില്ല. അപ്പോൾ അവർ എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അവരെ കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ സ്റ്റവ് ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് രാത്രിയിൽ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ. ചില സമയങ്ങളിൽ സമയം കിട്ടാറില്ല. ഇനി ഞാൻ കുറച്ച് തൈരിലേക്ക് കുറച്ച് തക്കാളി നീര് ഒഴിച്ചിട്ട് കയ്യിലും മുഖത്തുമൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഇവിടെ നല്ല തണുപ്പായത് കാരണം സ്കിന്നൊക്കെ ഡ്രൈ ആയി പോവും. അപ്പോൾ വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണിത്. അതുപോലെ തന്നെ നാച്ചുറൽ ബ്ലീച്ചുമാണ്. അപ്പോൾ നമ്മുടെ കൈകൾക്കൊക്കെ നല്ല കളർ വരാനും ഈ ഒരു മാസ്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുലാവിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് സോക്ക് ചെയ്തിടണം. അപ്പോൾ ഞാനിവിടെ ബസ്മതി സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുട്ടികളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിൽ ഞാൻ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാറുണ്ട്. അവർക്ക് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ്. അടങ്ങി കിടക്കും. അതുപോലെ കുട്ടികൾക്ക് ഞാൻ പൗഡർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ ഒരു പൊട്ട് തൊടുമ്പോൾ മാത്രം ഞാൻ അവിടെ ഇങ്ങനെ തൊട്ട് കൊടുക്കാറുള്ളൂ, അല്ലാതെ ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല. ഇനി അവർക്ക് കുറച്ച് വിശപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കുറച്ച് സിറിയൽസാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് കൊടുക്കാറുള്ളത്. ചിലപ്പോൾ ഫ്രൂട്ട് സ്മൂത്തി ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാനിതാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടുള്ള പാലിൽ ഒഴിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്.
കുഞ്ഞാൾ ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ബാക്കിയുള്ള ജോലികൾ ചെയ്യും. അപ്പോൾ വെജിറ്റബിൾ പുലാവിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് എടുക്കണം. ഒരു പ്രഷർ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു ബേ ലീഫ് ചേർത്ത് കൊടുത്തു, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേര് വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ സവാള, ആവശ്യത്തിനുള്ള പച്ചമുളക് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. ഈ ഒരു വെജ് പുലാവിൽ നമ്മൾ പൊടികളൊന്നും ചേർക്കില്ല. അപ്പോൾ എരിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ചേർക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിവിടെ ബീൻസ്, ക്യാരറ്റ്, പൊട്ടാറ്റോ, കോളിഫ്ലവർ, മഷ്റൂം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കണം, എങ്കിലേ നമ്മൾ പുലാവ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കാണുള്ളൂ. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം നിങ്ങൾക്ക് ഓരോ അരി അനുസരിച്ചിട്ടും വ്യത്യാസപ്പെടും. ബസ്മതി അരിക്കാണ് ഞാൻ 3 കപ്പ് വെള്ളം പറഞ്ഞത്. ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ബോൺലെസ് ചിക്കനാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു റിച്ച് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ പുരട്ടി ഒരു 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ ഒരു കുറുമ പോലത്തെ ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ വെജ് പുലാവ് ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ ഫുള്ള് പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ സമയം കുക്കറിൽ വെക്കാനായിട്ട് പാടില്ല. നമ്മളൊരു പാത്രത്തിലേക്ക് നിരത്തിയിടുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ പുലാവ് കിട്ടും. ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇത് നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചിക്കൻ പീസസൊക്കെ ഒന്ന് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബട്ടർ ചിക്കൻ്റെ വേറൊരു ഫോമിലെ ചിക്കൻ കറിയാണ് ഞാൻ ചെയ്യുന്നത്. ബട്ടർ ചിക്കനിൽ നമ്മൾ തക്കാളി നന്നായിട്ട് ചേർക്കും, ഇതിൽ തക്കാളി ചേർക്കില്ല. അതാണൊരു ഡിഫറൻസ്. പിന്നെ അധികം മുളക് പൊടിയും ചേർക്കില്ല. അപ്പോൾ ഓരോ പീസസും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഫ്രൈ ആയ പീസസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 2 തവണകളായിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു സവാള ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഇതൊന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഒരു ചെറിയൊരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയൊരു ബേ ലീഫ്, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. ഇനി ഒരു സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം നമ്മൾ പച്ചമുളക് കുരുമുളകുമാണ് ഓൾറെഡി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 അണ്ടിപ്പരിപ്പ്,
മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടുള്ളതാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, പകരം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാൻ എൻ്റേതായ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അവർ ജീരകമൊക്കെ ചേർക്കും, ഞാനത് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഗ്രേവി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിക്കുകയോ അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവിയിലേക്ക് ഇടുകയോ ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഒരു ചെറിയൊരു സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വെള്ളരിക്ക, ഒരു ചെറിയ തക്കാളി, ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാത്തത്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പുലാവും കറിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. ഈ റൈസിൽ നല്ല ഫ്ലേവറൊക്കെയാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സ്പൈസസിൻ്റെയൊക്കെ നല്ല ഫ്ലേവറാണ്. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും പപ്പടം കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ലഞ്ചാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. മുത്ത് ഉണർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണിയൊന്ന് വിരിക്കാനുണ്ട്. അപ്പോൾ രാവിലെ ഇത് കഴുകിയിട്ടതാണ്, അപ്പോൾ അതൊന്ന് വിരിച്ചെടുക്കുകയാണ്. അപ്പോൾ തുണി വിരിക്കാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡിലാണ് ഞങ്ങൾ വിരിക്കുന്നത്. ഈ ഒരു ഫ്ലാറ്റിൽ ബാൽക്കണി ഇല്ല, അപ്പോൾ ഞങ്ങൾ അകത്ത് തന്നെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ജനൽ തുറന്നിടുകയാണെങ്കിൽ നല്ല തണുത്ത കാറ്റ് ഉള്ളിലേക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു -1 ആ ഒരു റേഞ്ചിലാണ് ടെമ്പറേച്ചറൊക്കെ ഉള്ളത്. അപ്പോൾ അകത്ത് വീടിൻ്റെ അകത്ത് നല്ല ഹീറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് സാധാരണ പോലെ ഫീൽ ചെയ്യുള്ളൂ. പുറത്തിറങ്ങുമ്പോഴാണ് നല്ല തണുപ്പ്. അപ്പോൾ ഞാൻ തുണി വിരിക്കുമ്പോൾ 2 പേരും വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരുടെ റൂമാണ് ഇത്. അപ്പോൾ ഇവിടെ അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു റൂമാണ്. അപ്പോൾ തുണി വിരിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട്. അപ്പോൾ 4 മണിയാകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇവിടെ ഇരുട്ടായി തുടങ്ങും. അപ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. വൈകിട്ടാണ് യൂഷ്വലി വീടൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചൂലാണ് വെച്ചിട്ടാണ് തൂക്കുന്നത്. നന്നായിട്ട് പൊടിയൊക്കെ പോകുന്നൊരു ചൂലാണിത്. അപ്പോൾ ഡെയിലി ഉള്ള ക്ലീനിങ്ങിന് ഈ ഒരു ചൂലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫ്ലോറ് വുഡൻ ഫ്ലോറിംഗ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് മോപ്പ് ചെയ്യാറില്ല. ഇതുപോലെ തൂക്കും അതുപോലെ വാക്യൂം ക്ലീനറും ഒക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് മോപ്പ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ കാർപ്പറ്റൊക്കെ 2 ദിവസം കൂടുമ്പം എങ്കിലും ഇതുപോലെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ സോഫയും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. കുട്ടികൾ കളിക്കുന്നതൊക്കെ ആയതുകൊണ്ട് എപ്പോഴും അഴുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതുപോലുള്ള കോർണേഴ്സിലൊക്കെ ഒരുപാട് പൊടിയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വാക്യൂം ക്ലീനർ വെച്ചിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചൂലെത്താത്ത സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികൾ കളിക്കും. അപ്പോൾ അവർ 2 പേരുള്ളതുകൊണ്ട് അവർ കുറേയൊക്കെ സമയം അങ്ങനെ കളിച്ച് സ്പെൻഡ് ചെയ്യും. അതുപോലെ TV-യിൽ ഞാൻ ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അവർ അത് കേട്ടുകൊണ്ട് എൻജോയ് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കുകയാണ്. ഞാനിവിടെ ഒരു ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് വെക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നമ്മൾ ഈ തൊലി കളഞ്ഞിട്ടുള്ള ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ആപ്പിളിന് പകരം നിങ്ങൾക്ക് പഴം ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ തേങ്ങയും ശർക്കരയും മാത്രം മതി. ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ചൊരു 1/4 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഗോതമ്പ് ദോശയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക.
ഒരുപാട് വെള്ളം കൂടിപ്പോരുത്. വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ നമുക്ക് ദോശ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചതിന് ശേഷം ദോശ പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാകുകയാണെങ്കിൽ നമ്മുടെ ഈ ദോശ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കറക്റ്റ് വെള്ളം വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് സമയം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ വേവുന്നിട വരെ ഇത് തിരിച്ചു മറിച്ചു വിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അവർക്ക് ദോശ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ദിവസത്തെ വ്ലോഗാണ് ഞാൻ കാണിച്ചത്. ഇതൊരു ഡെയിലി റുട്ടീൻ വ്ലോഗാണ്. അപ്പോൾ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ ഈ വ്ലോഗ് എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. Thank you.